ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്രം നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ വിജയങ്ങളും അവരുടെ നേട്ടങ്ങളും ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ അവർക്ക് കൂടുതൽ അഭിവൃദ്ധികൾ ഉണ്ടാകും, എങ്ങനെയാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, ഒഴിവാക്കേണ്ടത് ആരെയൊക്കെയാണ്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണറകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അവരവരുടെ വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ കാര്യ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് വിദ്യാ തടസ്സങ്ങളോ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങളോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒന്നാം പാദം ചിങ്ങം രാശിയിലും 2, 3, 4 പാദങ്ങൾ കന്നി രാശിയിലുമായിട്ട് സ്ഥിതി ചെയ്യും. ഉത്രം നക്ഷത്രക്കാർ വളരെ പ്രസിദ്ധരായ ധാരാളം ആൾക്കാരുണ്ട്. അതായത് പ്രവർത്തന രംഗത്ത് വിജയിക്കുക. എന്നാൽ ചില ആൾക്കാർ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഉയർന്ന ഭാഗ്യാവസ്ഥ വന്നിട്ടും അതനുഭവിക്കാൻ യോഗമില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഭൂമിയുണ്ട്, വീടുണ്ട്, തൊഴിലുണ്ട്, ധനമുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉടക്കി മനസ്സ് കലുഷിതമാകുകയും സമ്പത്ത് നഷ്ടപ്പെടുകയും കേസും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കയറുകയും കോടതി കയറുകയും മാനാപമാനങ്ങളും അവിഖ്യാതികളും ഒക്കെ സഹിക്കേണ്ടി വരിക. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഈ ഉത്രം നക്ഷത്രക്കാരുണ്ട്. അതിൽ നിന്ന് ഒരു മുക്തരായി പ്രവർത്തന രംഗത്ത് വിജയിച്ച് വിദ്യാവിജയങ്ങൾ വന്നു ചേരുവാൻ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാര് ആരോഗ്യം ശ്രദ്ധിക്കുകയില്ല, അല്ലെങ്കിൽ സൗന്ദര്യം ശ്രദ്ധിക്കുകയില്ല. വസ്ത്രധാരണ രീതി പോലും അവർ അധികം ശ്രദ്ധിക്കാറില്ല. നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ അവർക്ക് പൊതുവെ ഒരു അലസത സൂചകമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എപ്പോഴും വസ്ത്രധാരണത്തിലും ആഭരണ ധരിക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് സമൂഹത്തിൽ ഒരു അംഗീകാരത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ആരോഗ്യകാര്യത്തിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും അസുഖങ്ങൾ വന്നാൽ കൃത്യസമയത്ത് തന്നെ മരുന്ന് മേടിക്കുകയും ഒക്കെ വേണം. പലരും ഈ ഉത്രം നക്ഷത്രക്കാര് ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ അത് മാറുമെന്ന് വിചാരിച്ചിരുന്ന് മരുന്ന് മേടിക്കാത്ത ഒരു പ്രകൃതം കാണാം. അങ്ങനെ വന്നാൽ അത് മൂർച്ഛിക്കാനും അധിക ധനനഷ്ടത്തിനും കാരണമാകും. ധനനഷ്ടത്തിൻ്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. മറ്റൊരു കാര്യം വിദ്യാവിജയമാണ്. ഈ നക്ഷത്രക്കാർ നല്ല ഉന്നത രംഗത്ത് വിദ്യാഭ്യാസം നേടി വിജയിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലും ഒക്കെ വിജയിക്കേണ്ടവർ തന്നെയാണ്. ഉപരിപഠനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഒക്കെ. എന്നാൽ ചില കാരണങ്ങളാൽ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ
വേണ്ട സമയത്ത് വിനിയോഗിക്കാതെ വരികയും അതുപോലെ തന്നെ അവരവരുടെ തന്നെ അലസത ഇന്നെന്നുള്ളത് നാളത്തേനും മാറ്റിവെച്ചും മറ്റന്നാളത്തേനും മാറ്റിവെച്ചും അങ്ങനെ നീണ്ടുപോകുന്നതും കൂടാതെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന സുഹൃത്തുക്കൾ വിദ്യാഭ്യാസ കാലത്ത് വന്നു പെടുക സ്വാഭാവികമാണ്. നല്ല രീതിയിൽ പഠിക്കുകയും നല്ല കുടുംബത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുകയും സഹകരിക്കുകയും കൂട്ടുകൂടുകയും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രക്കാരാണ് ഉത്രം. അതായത് ഞാനെന്ന ഭാവം ഒരു പരിധി വരെ ഒക്കെ ഉള്ള ഒരു നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. അവർക്ക് ചിലപ്പോൾ കൂട്ടുകാരും നല്ല കൂട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് സഹകരിക്കാൻ ഒരു പ്രയാസമുണ്ടാകുക സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് വരുന്നത് കൊള്ളുകയില്ലാത്ത സുഹൃത്തുക്കളാണ് എങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധ കുറയുകയും ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അത് പിന്നീട് വരുന്ന ഭാവിക്ക് തന്നെ ദോഷമാകും. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലത്ത് ഇവർ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഉത്രം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ തൊഴിൽ രംഗം, തൊഴിൽ ഭാവം എപ്പോഴും വളരെ ഭദ്രമായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് ശ്രമിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഞാൻ പോയാൽ മതി എന്ന് കരുതി പുറകോട്ട് നിൽക്കുക. അപേക്ഷ അയക്കേണ്ട സമയത്ത് അപേക്ഷ അയക്കാതെ വരിക. PSC ടെസ്റ്റുകൾക്കും ഇൻ്റർവ്യൂകൾക്കോ മറ്റ് വലിയ വലിയ കമ്പനികളുടെ ഇൻ്റർവ്യൂകളിലുമൊക്കെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാതെ വരികയോ പങ്കെടുക്കാതെ വരികയോ, അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതിന് പോകാതെ അലസമായിട്ട് ഉഴപ്പി ഒക്കെ നിൽക്കുക. അതിന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ പറയാറുണ്ട്. പുരുഷന്മാരാണെങ്കിൽ കുടുംബം നോക്കണം, മാതാവ്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ, പിതാവൊക്കെ ഉണ്ട്, സഹോദരിമാരുടെ കാര്യം നോക്കുവാൻ ഞാൻ വീട്ടിൽ നിന്നില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. പെൺകുട്ടികളായാലും ദീർഘദൂരേക്ക് പോകുവാൻ പല ചെറിയ ചെറിയ നിസ്സാര തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അലസത വരിക സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉന്നത പദവികളിലേക്കുള്ള ജോലികൾക്ക് അപേക്ഷകൾ അയക്കുകയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും വലിയ കമ്പനികളിൽ അപേക്ഷകൾ കൊടുക്കുകയും പഠിത്ത കാര്യത്തിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഉപരിപഠനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും തൊഴിൽ ചെയ്യുന്ന അവസരത്തിലും ഇവർ അലസത വെടിഞ്ഞ് പ്രവർത്തിച്ചാൽ വലിയ വലിയ ഓഫീസേഴ്സായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അതായത് ഉത്തരം നക്ഷത്രക്കാരായിരിക്കുന്നവർ നല്ല പൊസിഷനിലും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയിലും കഴിയുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. ഗ്രഹങ്ങളുടെ ബലം കുറവാണ് എങ്കിലും പ്രവർത്തിച്ച് നേടുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് മനോബലം കൂടുതലുള്ള ഒരു നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. ഇവർക്ക് അധികാര ഭാവം കൂടുതലായിരിക്കും. അലസതയാണ് ഇവരുടെ ഒരു പ്രധാന ഘടകം. അതായത് ശനി ഭാഗ്യസ്ഥാനാധിപനായിട്ട് കന്നിരാശിക്കാരായ ഉത്രം നക്ഷത്രക്കാർക്ക് വരുന്നു. അതുപോലെ തന്നെ മറ്റ് ചിങ്ങൻ രാശിക്കാർക്കും ഇത് ബാധകവുമാണ്. ചിങ്ങൻ രാശിയിൽപ്പെട്ട ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദ നക്ഷത്രക്കാർക്കും ബാധകമാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ, ഇന്ന് കിട്ടുന്ന അവസരം നാളെ കിട്ടിയെന്ന് വരികയില്ല. കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോ മറ്റ് സിവിൽ സ്റ്റേഷനുകളിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരാകുവാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും. നല്ല ഗൃഹം പണിയുന്നതിനും വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ നല്ല യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം. വന്നു ചേരുന്ന ധനം നല്ല സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നിൽക്കുന്ന അവസരത്തിൽ ചില സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റ് സഹോദര സ്ഥാനീയരെയൊക്കെ വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്യുകയും
കൊള്ളുകയില്ലാത്ത കൂട്ടുകൾ കൂടുകയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് വളരെയധികം ജീവിതത്തിൽ മുൻപോട്ട് ചെല്ലുമ്പോൾ അധിക ക്ലേശങ്ങളിലും ദുഃഖത്തിലും ദുരിതത്തിലും പെട്ടുപോകാതിരിക്കുവാൻ ഈ ഉത്രം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ധൈര്യവും വീര്യവും കൈവടിയാതെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് കുടുംബത്ത് മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ഉത്തമ ഗുരുക്കന്മാരുടെ സഹായം ഈ ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. അറിയാൻ പാടില്ലാത്ത മേഖലകളിൽ ചെന്ന് എത്തുവാൻ ഗുരുക്കന്മാരും അതുപോലെ നല്ല പാണ്ഡിത്യമുള്ളവരുമായിട്ട് ബന്ധം പുലർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ കൂടുതൽ ഉയർച്ചയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.